ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ 3 ദിവസങ്ങളിലും വൻ തരംഗമായിട്ട് അടുത്ത ദിവസങ്ങളിലും ഏറ്റവും വലിയ തരംഗം നേരിടുത്ത് ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സിനിമയാണല്ലോ മഞ്ഞുമൽ ബോയ്സ്. വമ്പൻ കളക്ഷൻ നേരിടുത്തുകൊണ്ടിരിക്കുന്ന സിനിമയുടെ ആകെ 2 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ, ഒപ്പം മറ്റ് പ്രേമലു ഭ്രമയുഗം എന്നീ സിനിമകളുടേതുപോലെ ഈ സിനിമയ്ക്ക് മഞ്ഞുമൽ ബോയ്സിനെ ഇനി നേരിടുക്കേണ്ട പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്, അതോടൊപ്പം തന്നെ ചിത്രം 100 കോടി നേടിയെടുക്കാനായിട്ട് സാധ്യതയുണ്ടോ തുടങ്ങിയ നമ്മുടെ വിലയിരുത്തലുകളെല്ലാം തന്നെയാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യമേ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ പ്രേക്ഷകർ അറിയിച്ചതുപോലെ ആദ്യ ദിവസത്തേക്കാൾ ചെറിയൊരു കളക്ഷൻ ഇടിവ് ഇന്നലെ വെള്ളിയാഴ്ച ദിവസം സിനിമയ്ക്ക് കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ആദ്യ ദിവസം 3 കോടി 35 ലക്ഷമായിരുന്നു കേരള ഗ്രോസെങ്കിൽ രണ്ടാം ദിവസം ഇന്നലെ അത് 3 കോടി 30 ലക്ഷം രൂപയാണ്. അങ്ങനെ 2 ദിവസങ്ങൾ കൊണ്ട് 6 കോടി 65 ലക്ഷം രൂപയാണ് മഞ്ഞുമൽ ബോയ്സിന്റെ കേരള ബോക്സ് ഓഫീസ് ഗ്രോസ് കളക്ഷൻ. കേരളത്തിനേക്കാൾ കൂടുതലാണ് 2 ദിവസത്തെ സിനിമയുടെ ഗൾഫ് നാടുകളിലെ കളക്ഷൻ എന്ന് ഇപ്പോഴത്തെ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. 6 കോടി 85 ലക്ഷം രൂപയാണ് സിനിമയുടെ ഗൾഫ് നാടുകളിലെ മാത്രം 2 ദിവസത്തെ കളക്ഷൻ. ചിത്രത്തിന്റെ മൊത്തം ഓവർസീസ് കളക്ഷൻ ഉൾപ്പെടെയുള്ള കളക്ഷൻ നോക്കുമ്പോൾ 15 കോടി രൂപയ്ക്ക് മുകളിൽ സിനിമയ്ക്ക് 2 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ വന്നിരിക്കുകയാണ്. ഇനി സിനിമ നേടിയെടുക്കേണ്ട പ്രധാനപ്പെട്ട ബോക്സ് ഓഫീസ് ലക്ഷ്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെ പ്രൈമറി സ്റ്റേജിലുള്ള ബോക്സ് ഓഫീസ് ലക്ഷ്യങ്ങൾ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുക്കുക എന്നതാണ്. അബ്രഹാം ഓസ്ലർ, ഭ്രമയുഗം, പ്രേമലു എന്നീ സിനിമകളെല്ലാം തന്നെ സിനിമ എങ്ങനെ പോയാലും മറികടക്കുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ശേഷം മറികടക്കേണ്ടത് സൗബിന്റെ കരിയറിലെ ഏറ്റവും വലിയ സോളോ വിജയം നേടിയെടുത്ത രോമാഞ്ചം എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ മറികടക്കുക എന്നാണ്. 69 കോടിയായിരുന്നു സിനിമയുടെ കളക്ഷൻ. അത് മറികടക്കാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. ശേഷമുള്ള ഈ ഒരു മഞ്ഞുമൽ ബോയ്സ് ടീമിന്റെ ലക്ഷ്യം ശ്രീനാഥ് ബാസിയും സൗബിനും അഭിനയിച്ച സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമയെ മറികടക്കുക എന്നാണ്. അത് മമ്മൂട്ടി നായകനെത്തിയ ഭീഷ്മപർവം എന്ന സിനിമയാണ് എന്ന് നിങ്ങൾ പ്രേക്ഷകർക്ക് അറിയാമല്ലോ. ഭീഷ്മയുടെ കളക്ഷൻ ഒരല്പം കഠിനമെന്നൊക്കെ തോന്നുമെങ്കിൽ പോലും നിലവിലെ മഞ്ഞുമൽ ബോയ്സ് ടീമിന്റെ ആ ഒരു ട്രെൻഡ് എല്ലാം തന്നെ വെച്ച് നോക്കുമ്പോൾ നാളെ ഞായറാഴ്ചയോടെ 30 കോടിയല്ല 35 കോടി രൂപയ്ക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ നാം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഓടുന്ന സിനിമകളിൽ മുന്നിൽ നിൽക്കുന്ന സിനിമയ്ക്ക് തങ്കമണി റിലീസ് വരെ ഒരു സിനിമയും അടുത്ത 2 ആഴ്ച ഭയക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഭീഷ്മയെ മറികടക്കുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. ഭീഷ്മ കളക്ഷനും അപ്പുറം ഹോളിവുഡിലെ 4ാമത്തെ 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കുന്ന മലയാളം സിനിമയായിട്ട് മഞ്ഞുമൽ ബോയ്സ് മാറുമോ എന്നാണ് അടുത്തതായിട്ട് നാം ഉറ്റുനോക്കുന്നത്. അതൊരു എക്സ്ട്രീം ഒരു ലക്ഷ്യം തന്നെയാണ് സിനിമയ്ക്കെങ്കിൽ പോലും നമുക്ക് കാത്തിരിക്കാം ആ ഒരു 100 കോടി നേട്ടത്തിലേക്ക് സിനിമ എത്തുന്നത് കാണുവാനായിട്ട്. രോമാഞ്ചം, പ്രേമലു എല്ലാം തന്നെ പോലെ ഒരു റിപ്പീറ്റ് ഓഡിയൻസ് സിനിമയ്ക്ക് ലഭ്യമാകുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു 100 കോടി ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ബാക്കിയെല്ലാം തന്നെ ഫൈനൽ കളക്ഷൻ വരുമ്പോൾ അറിയാം. നിങ്ങൾ പ്രേക്ഷകരുടെ പ്രതീക്ഷ എന്ത് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തൂ.